ാണ് നിങ്ങൾക്ക് ലക്സംബർഗിൽ വീട് കിട്ടുക എന്നുള്ളത് കൂടെ ഞാൻ പറയാം. ഇവിടെ ഒരുപാട് വെബ്സൈറ്റ്സ് ഉണ്ട്. സോ അതുവഴിയൊക്കെ നമുക്ക് ഈ ഒരു വീട് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. @home.lu, immotop.lu. അതേപോലെ തന്നെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. ഫേസ്ബുക്ക് ഗ്രൂപ്പ്സ് ഉണ്ട്, വാട്സ്ആപ്പ് ഗ്രൂപ്പ്സ് ഉണ്ട്. വാട്സ്ആപ്പ് ഗ്രൂപ്പ് പിന്നെയും വിശ്വസിക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഓൾറെഡി താമസിക്കുന്ന ആൾക്കാർ റീപ്ലേസ്മെന്റിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ആൾക്കാരെ തിരയുന്നുണ്ടാവുക. സോ അത് കുറച്ചും കൂടെ വിശ്വസനീയമാണ്. ബട്ട് ഫേസ്ബുക്ക് ഗ്രൂപ്പ്സിലൊക്കെ ഒരുപാട് ഫ്രോഡ് നടക്കുന്നുണ്ട്. ഡിസ്ക്ലെയിമർ ആയിട്ട് പറയട്ടെ, അവർ പറയും വീട് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു €100 തരണം, അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്തിടാൻ വേണ്ടിയിട്ട് €100 തരണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ വീട് പോയി കണ്ട് കോൺട്രാക്ട് സൈൻ ചെയ്യുന്ന ആ ഒരു മൊമെന്റ് വരെ €1 കൂടെ നിങ്ങൾ കൊടുക്കാൻ പാടില്ല. ഈ ഹൗസിംഗിന്റെ പേരിൽ ലക്സംബർഗിൽ ഒരുപാട് ഫ്രോഡ് നടക്കുന്നതാണ്. സോ അത് ചെറിയൊരു ഡിസ്ക്ലെയിമർ പോലെ ഞാൻ പറഞ്ഞേ ഉള്ളൂ. നമ്മൾ ഇമോട്ടോപ്പിലും @home.lu ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏജൻസീസ് ഇൻവോൾവ് ആയിരിക്കും. സോ ഏജൻസീസിന് എന്തായാലും ഫീസ് കൊടുക്കേണ്ടി വരും. ഏജൻസി ഫീസ് ഞങ്ങൾ വന്ന സമയത്ത് കുറച്ച് വ്യത്യാസമാണ്. ഇപ്പോൾ ഒരു പുതിയ റൂൾ വന്നിട്ടുണ്ട്. അത് ആക്ച്വലി ഇപ്പോൾ നിലവിൽ വന്നു. അതാണ് എല്ലാവരും ചെയ്യുന്നതും. ഏജൻസി ഫീസ് എന്ന് പറയുന്നത് ഒരു മാസത്തെ റെന്റ് പ്ലസ് വാറ്റാണ്. സോ ഈ ഒരു എമൗണ്ട് പണ്ട് നമ്മൾ ടെനൻസ് മാത്രമായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ റൂള് പ്രകാരം 50% ഏജൻസി ഫീസ് ലാൻഡ് ലോർഡും 50% ഏജൻസി ഫീസ് നമ്മൾ ടെനൻസും വേണം അടയ്ക്കാൻ വേണ്ടിയിട്ട്. സോ 1 മന്ത് റെന്റ് പ്ലസ് വാറ്റാണ്. അതേപോലെ തന്നെ ഡെപ്പോസിറ്റ് ചോദിക്കുന്ന പരിപാടിയും ഉണ്ട്. പണ്ട് അത് 3 മാസമായിരുന്നു. പക്ഷേ ഇപ്പോൾ 2 മന്ത്സ് റെന്റ് ആണ് നമ്മൾ ഡെപ്പോസിറ്റ് ആയിട്ട് കൊടുക്കേണ്ടത്. ഏജൻസി വഴി ഒരു അപ്പാർട്ട്മെന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന പോസിബിൾ ചാർജസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജൻസി ഫീസ്, ആദ്യത്തെ മാസത്തെ റെന്റ് പ്ലസ് 2 മന്ത്സ് ഓഫ് റെന്റ് എമൗണ്ട് ആസ് ഡെപ്പോസിറ്റ്, ഇത്രയും കാര്യങ്ങൾ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ വീട് എടുക്കുന്നത് ആദ്യം തന്നെ നല്ലൊരു എമൗണ്ട് കയ്യിൽ പോകുന്നതായിരിക്കും.